ഇന്ന് വളരെ രുചികരമായ അരിയുണ്ട ഉണ്ടാക്കിയല്ലോ നമുക്ക്. എന്നാൽ വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ ഞാൻ റേഷൻ അരിയാണ് എടുത്ത 2 ഗ്ലാസ് നല്ലോണം കഴുകിയതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഇതിനു വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് നമുക്ക് നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ അരിയിട്ട് നല്ലോണം വറുത്തെടുക്കാം. ഇത് നമ്മളെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ചായ കൊടുക്കാനും നമുക്ക് കഴിക്കാനൊക്കെ അടിപൊളിയാണ് സംഭവം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിന് ഞാൻ കൂടുതലായിട്ടൊന്നും ഐറ്റംസ് ഒന്നും ഇടുന്നില്ല. വളരെ കുറഞ്ഞ സാധനം കൊണ്ടാണ് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് നല്ലോണം നല്ല ചൂടുണ്ട്. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ലോണം തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണേ. എന്നാലാണ് നമ്മൾ വിചാരിച്ചതുപോലെ ആയി കിട്ടാൻ. ഇത് പൊടിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ആയി കിട്ടൂല. എന്നിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുക്കണേ. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ 1/2 കിലോ വെല്ലമാണ് എടുത്തത്. ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു തവണ കഴുകിയതിന് ശേഷമാണ് ഞാൻ വെല്ലം നല്ലോണം ചൂടാക്കി എടുക്കൽ. ഇതിനെല്ലാം നമുക്ക് പൊടിച്ചതിന് ശേഷം ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 1/2 മുറി തേങ്ങയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൊലി കളഞ്ഞിട്ട് നമ്മളെ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ പാലൊക്കെ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 സ്പൂണ് മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കാം. മിൽമ നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളെ വെല്ലമൊക്കെ നല്ലോണം ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒഴിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ഈ തേങ്ങ തന്നെ ഞാൻ ഒരു തവണ മാത്രം ഒന്ന് ചെറുതായിട്ട് അരച്ചെടുത്തതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണേ. ഇതുപോലെ മിക്സാക്കി കൊടുക്കണം. ഇത് നല്ല സോഫ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ. അതാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്കിത് നല്ലോണം ചൂട് ആറിയതിന് ശേഷമാണ് ഞാൻ ബോൾസാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ബോൾസാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ അണ്ടിയും മുന്തിരി അങ്ങനത്തെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലയോ അണ്ടിയോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. അതിനെല്ലാം നമുക്ക് ബോൾസാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ അരിയുണ്ട റെഡിയായി കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.